ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. അതൊരു വെറൈറ്റിയാണ്. തീരെ സ്ഥലമില്ലാത്തവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഇന്ന് ഞാൻ നടുന്ന വെറൈറ്റി കൃഷി രീതി. ഒരു വെർട്ടിക്കലായിട്ട് ഞാൻ ബീട്രൂട്ട് നടുക. ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ആ കായൻ്റെ ചുറ്റും കുറേ കായൊന്നും ഉണ്ടാവും. ഉള്ള കായ ഇങ്ങനെ കുറച്ച് കായ എന്ന് പറഞ്ഞാൽ അടിയിലെ കിഴങ്ങ് അതിങ്ങനെ വലുപ്പത്തിലാവുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വെർട്ടിക്കലായിട്ട് ഞാൻ ഇന്ന് നടാൻ പോകുക ബീട്രൂട്ട്. ഇന്ന് വരി നമുക്ക് കാണാലോ. കണ്ടാൽ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും, നിങ്ങൾ അതുപോലെ ഉണ്ടാക്കുകയും ചെയ്യും. ഫസ്റ്റിൽ വേണ്ടത് നമുക്ക് ഒരു ചാക്ക. സിമൻറ്റ് ചാക്ക ആകുമ്പോൾ പിന്നെ അധികം നമുക്ക് നടാൻ കഴിയില്ല. ഇത് വേറെ എന്തോ വലിയൊരു ചാക്കാണ്, ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ നല്ലൊരു ചാക്ക്, അത് പുതിയതൊന്നും വേണ്ട, ഒഴിവാക്കിയിട്ട പഴയ ചാക്ക് മതി. ഹോൾസ് ഉണ്ടായാലൊന്നും ഒരു പ്രശ്നമില്ല, നമുക്കിതിൽ ഹോൾസ് ആക്കണം. അപ്പം ഞാൻ ഈ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. ഈ ചാക്കിലേക്ക് പ്രധാനമായി നിറക്കേണ്ടതിൽ 95% വേണ്ടത് കരിയിലയാണ്. ഈ വെർട്ടിക്കൽ ബീട്രൂട്ട് നടാൻ നമുക്ക് വേണ്ടത് കരിയിലയാണ്. അപ്പോൾ ഞാനിതിൽ കരിയില താഴെ തോട്ടത്തിൽ പോയിട്ട് കരിയില വാരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കരിയിലയൊക്കെ ഇല്ലാത്തവർ റോഡ് സൈഡ് കടിച്ചു കൂട്ടി കരിയിലങ്ങൾ വാരിയെടുത്താൽ മതി. കരിയില ഇപ്പോൾ ഇഷ്ടം പോലെ വേനൽക്കാലമാണല്ലോ, നമ്മളെ മുറ്റത്ത് നമുക്ക് തോട്ടം വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമ്മളെടുത്തേക്ക് വരും. ഇത് ഭയങ്കര ഒച്ചയിൽ പടപടാമി ഒച്ച ഉണ്ടാകുന്ന കരിയിലയാണ്. മുറ്റത്തുനിന്നാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പണിയാണ്. ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം. കണ്ടോ, കരിയില ഞാൻ തോട്ടത്തുനിന്ന് പ്ലാവേ ഇത് കൂടുതൽ പ്ലാവിൻ്റെ ഇലയാട്ടോ. എൻ്റെ കൃഷി രീതി ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഈ കരിയിലൻ്റെ ഉപയോഗം ആർക്കും അറിയില്ലായിരുന്നു എന്ന്. ഇപ്പം നോക്കുമ്പോൾ എല്ലാവർക്കും ഇന്നും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്, കൃഷി ഞാൻ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ രണ്ടാമത് നിങ്ങളെ കൃഷി കണ്ടപ്പോൾ ഞാൻ രണ്ടാമത് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയവർ എൻ്റെ ഒരു അടിച്ചു വാരിക്കൂട്ട് വധുവായി പെട്ടുപോയി. ഒക്കെ എൻ്റെ തൈ പിടിപ്പിക്കുന്നതാ. കുറേ അങ്ങോട്ട് ഇടുക നിറച്ച്. ഇനി ഞാനേ ഇതിൽ വെറും കരിയിലാവരുത്, ഇടയ്ക്ക് നമ്മൾ കുറച്ച് മണ്ണിട്ട് വെക്കണം. എന്നാൽ പിന്നെ നനയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളമായി മാറിക്കോളും. അതിന് കുറേയൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് മണ്ണിങ്ങനെ ഒന്ന് ഇട്ടാൽ മതി. വെറും കരിയില മാത്രമായാൽ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മളെ വെർട്ടിക്കൽ എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ചും കൂടി ഇട്ടട്ടെ, നറുക്കട്ടെ, എന്ത് കാണിച്ചു തരാം. ഞാൻ കുറേ കരിയിലിട്ട് വീണ്ടും പിന്നെ ഞാൻ മണ്ണാടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂത്തിന് തേങ്ങട്ട് പോലെ മണ്ണിടണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വളമായി മാറാൻ. പിന്നെ നമ്മളിത് നനയ്ക്കും കൂടി ചെയ്യല്ലോ. അപ്പോൾ ഇതിൽ നിറയെ കരിയിലിട്ടാൽ ഇപ്പം എത്ര ഇട്ടു, ഇതിനോട് തീരെ വെയിറ്റ് ഇല്ല. നനഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ആവും കേട്ടോ. ഇപ്പം നനക്കുന്നില്ലല്ലോ, ഇതിൽ കുറേ ഇട്ട്, ഇനി ബാക്കി ഇനിയും ഇടട്ടെ. അത്രയും വലിയ ചാക്കായിരുന്നത് നിറച്ച് കൊണ്ടുപോകുന്നു. ലാസ്റ്റ് എങ്ങനെയാണ് ഇത്, ഞാൻ തോട്ടത്തിലൊരു ചൂലുമായിട്ട് പോയിട്ട് രാവിൻ്റെ ഇനിയുണ്ട് കുറേ. അപ്പോൾ എനിക്ക് റോട്ടുമലൂടെ കൊണ്ടുവരാൻ മടിയൊന്നുമില്ല, കൃഷി എടുക്കാനല്ലേ. ഈ കൃഷി എന്ന് പറഞ്ഞ ഒരു ഇബാദത്താണ്. നമ്മളെ നിസ്കാരവും നോമ്പും ഒക്കെ പോലെ തന്നെ പുണ്യം കിട്ടുന്ന, കൂലി കിട്ടുന്ന കാര്യമാണ് കൃഷി എടുക്കാറുള്ളത്. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള കൃഷിയാവുമ്പോൾ എല്ലാവരും അങ്ങ് നടട്ടെ. ഞാൻ അങ്ങനെ കൃഷി കുറേ എടുത്താലും ആ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നം കുറേ ആക്കി വിതരണം ചെയ്യും. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സ്വന്തം തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നെ എൻ്റെ കൃഷി രീതി ഇഷ്ടപ്പെട്ടവർ അവർ കൃഷി എടുക്കുന്നുമുണ്ട്, ഞാൻ എടുത്തത് കുറേ കൊടുക്കുന്നുമുണ്ട്. നമുക്ക് ജൈവ
ജൈവവളം മാത്രം കൊടുത്ത് നല്ല വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കളെ തീറ്റിക്കാലോ. ഈ നോമ്പൊക്കെ വരുന്നത് ചീരയൊക്കെ എത്ര പെട്ടെന്ന് എന്താ ഞാൻ എന്താ ഇത്രയാക്കി. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇത്രയായല്ലോ, കുറേ അങ്ങ് അമരും. ഞാൻ കുത്തി നിറച്ചില്ല, ഇനി അടുത്ത പണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ കുത്തി അങ്ങ് നിറക്കലല്ലേ നിങ്ങളെ കാണിക്ക്. അപ്പം ഇങ്ങനെ അങ്ങ് പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് തുന്നട്ടെ കേട്ടോ. ഇത് എന്തിൻ്റെയാണെന്നറിയോ? ഈ സൂചി ഇത് ചാക്ക് തുന്നിയതാ സൂചി. അത് ഇതാ കണ്ടില്ലേ? അതിങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് തുന്നും പോലെ അടുപ്പിച്ചൊന്നും തുന്നണ്ട, ഒന്നും വേണ്ട, ഒന്നങ്ങ് അമർന്ന് കിട്ടിയാൽ മതി. ഒന്നിങ്ങനെ കെട്ടിട്ട് കൊടുത്താട്ടെ. പ്ലാസ്റ്റിക് കയറ് അല്ലെങ്കിൽ സൂചി ഒക്കെ നമ്മൾ കൃഷി എടുക്കാൻ താല്പര്യമുള്ളവണെങ്കിൽ അവർക്ക് വേണം. എന്താ കെട്ടി ഇനി അനങ്ങൂര, അത് ഇനി അത് അനങ്ങൂര, കെട്ടാൻ കിട്ടും കൊടുത്തേക്ക്. എന്താ ഒന്ന് കുറച്ച് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ അരിച്ചാക്കൊക്കെ തുന്നുന്നവർക്ക് നല്ല ഇതാ. കുറച്ചിങ്ങനെ മടക്കും കൂടി ചെയ്താൽ സൂപ്പറാ. ഞാൻ തുന്നുന്നത് എങ്ങനെയാണെന്നുള്ള കൈൻ്റെക്കാൾ നല്ല കഴിവുള്ളവരുണ്ടാവും. കുറേ നല്ല മിടുക്കികളുണ്ട് ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ, ഉഷാറിൽ കൃഷി എടുക്കുന്നവർ. അവരുടെ അടുത്തൊന്നും ഞാൻ ഓരോന്ന് മോഡൽ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ, അവരിതങ്ങോട്ട് ഉഷാറാക്കും. ഇനി അടുത്ത പോലെ ഉഷാറാക്കി കാണിച്ചു തരും. ഞാനിങ്ങനെ കാണിക്കുന്നത് അവരൊന്നും കൂടി മിടുക്കായിട്ട് കാണിക്കുന്നു. ഇതാണ് സംഭവം കേട്ടോ. ഒന്ന് മടക്കിയതാണ്, ഒന്ന് കെട്ടിയാൻ കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഒരു പിടുത്തം. ഇത്ര പണിയുള്ളൂ. ഞാൻ കെട്ടുക. കത്രിക വേണം ഇതിന് കേട്ടോ. ഞാൻ ഇനി ചെയ്യുന്നത് ആ നിറച്ച ചാക്കിനെ എനിക്ക് അധികം കുനിഞ്ഞൂടട്ടോ, എനിക്ക് കുനിയാനാവൂല. ചെറുപ്പക്കാരികൾക്കൊക്കെ വേഗം കുനിയാനൊക്കെ ആവും. അപ്പം ഞാൻ അതെൻ്റെ മേശപ്പുറത്തേക്ക് ഇങ്ങോട്ട് കിടത്തിയിട്ട് അങ്ങ് അമർത്തി വെച്ചു കേട്ടോ. എന്നിട്ട് ഹോൾസ് ഉണ്ടാക്കുക. 4 എണ്ണം അങ്ങ് നടു, ഒന്ന് ഇവിടെ 5 എണ്ണം. ഇപ്പോൾ ഹോൾസ് ഉണ്ടാക്കൽ എങ്ങനെയെന്നറിയാം? ഇങ്ങനെയുള്ളൊരു കത്തി ഉണ്ടെങ്കിൽ നല്ലതാ. എന്നാൽ വലിയ പാടൊന്നുമില്ല. ഇത് ഇങ്ങനെ അങ്ങ് കീറിയെടുക്കുക. ഞാൻ തയ്യൊക്കെ കാണിച്ചു തരാം, ഇവിടുന്ന് എനിക്ക് തൈ കിട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ 2 കൈയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ. ഞാൻ 2 കൈ കൊണ്ട് പണിയെടുക്കും. ഏറ്റവും ഇഷ്ടം ഇടത് കൈ കൊണ്ട് പണിയെടുക്കുന്ന കേട്ടോ. എന്നോട് ചോദിച്ചിരുന്നു അത്. ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കുക. ഹോൾസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുണ്ട്. ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, സ്ഥലമില്ലാത്തവർക്ക് മുറ്റത്ത് ചാക്കാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നട്ടാൽ നമുക്ക് നല്ല ബീറ്റ്റൂട്ട് കൊണ്ട് അച്ചാറുണ്ടാക്കുക, ഉപ്പേരി ഉണ്ടാക്കുക. ഇനി 5 ഹോൾസ് ഉണ്ടാക്കിയതാ. 5 ഹോൾസ് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കീറിയെടുത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കും. അത്ര കുത്തി നിറച്ചില്ലല്ലോ, അങ്ങനെ അങ്ങോട്ട് നീക്കുമല്ലോ. നമുക്ക് കുറച്ച് വളം ഇതിലിടണം. കരിയില കമ്പോസ്റ്റോ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ. എൻ്റെ അടുത്ത് കോഴിവളം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കോഴിവളം എന്നൊക്കെ പറഞ്ഞത്. എത്ര പെട്ടെന്ന് കഴിയുന്നറിയാം. എങ്ങനെ അങ്ങ് ചെയ്താൽ എന്താ അറിയോ ഗുണം? പുല്ല് പറിക്കണ്ട, മണ്ണൊരുക്കണ്ട, നനച്ചതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നോളൂ. ഇനി ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കോഴിവളം ഉണ്ട്. ഇനി കോഴിവളം ഭയങ്കര ചൂടാണ്, നനക്കണം. അത് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. കുറച്ച് കോഴിവളം ഒന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാക്കും. നമ്മളതൊക്കെ പാവപ്പെട്ട കൃഷികളാണ്. നമ്മൾ പൈസയൊന്നും മുടക്കി ഒന്നും ചെയ്യൂല. തോട്ടം നന്നാക്കുക, കൃഷി എടുക്കുക, അങ്ങനെയാണ്. എല്ലാത്തിലും ഇട്ട് ഞാൻ എൻ്റെ തൈ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ അങ്ങ് ചെയ്തു നോക്കേണ്ടി. സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക്
നല്ല ഈ മട്ടുപ്പാവില്ല ഭയങ്കര സുഖ നടാൻ, നല്ല വെയിലാണല്ലോ. ഇനി ഞാൻ എൻ്റെ തൈ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബീറ്റ്റൂട്ട് തൈ കണ്ടോ? തൈ, ഈ തൈ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ തൈ അല്ല കേട്ടോ. ഈ തൈ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നല്ല ഉഷാറിലും നല്ല കരുത്തിലുണ്ടായത്. പൈസ കൊടുത്ത് വാങ്ങിയ തൈയൊക്കെ എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് ഫ്രീ. അതാ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് കൊണ്ടുവന്ന്, ആ ബീറ്റ്റൂട്ടിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് ഞാനൊരു നനച്ചത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തതാ. ഇത് മെനിയാന്ന് വെച്ചത്, അന്നേക്ക് ഒരു ഇല വന്നു. ഇതാ ഓരോന്ന് ഇങ്ങനെ ഇത്രേ കട്ട് ചെയ്യേണ്ടിയുള്ളൂ. ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നേരിയ ഇല വന്ന് നമ്മൾ ഇനി 2 ദിവസം കഴിഞ്ഞ് ഇത് മണ്ണിലാക്കിയാൽ ഇതുപോലെ വരും. ഇപ്പം ഇത് പോരല്ലോ, ഈ പാത്രം പോരല്ലോ ഇതിന്. അപ്പം ഞാനിനി ഇതെടുത്തിട്ടാണ് ഞാൻ നടാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് 5 ഉണ്ട്. ഇത് ഞാൻ പിന്നെ നടും. ഇതുപോലെ ആവണമെങ്കിൽ വേറെ മണ്ണിലിട്ട് വെക്കണം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് നമുക്ക് ബീറ്റ്റൂട്ട് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട കേട്ടോ. നമ്മൾ വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ തയ്യേ. എന്നിട്ട് ഞാൻ വാങ്ങിയതിൻ്റെ ഞാൻ ഇങ്ങനെ ചെയ്തത്. നമുക്ക് ഇനി അങ്ങനെ അങ്ങോട്ട് കാബേജും അങ്ങനെ ഉണ്ടാവും കേട്ടോ. കാബേജ് ഞാൻ എപ്പോഴും പറയുന്ന കാബേജ് അങ്ങനെ ഉണ്ടാവുന്നുള്ളു. ഇനി ഞാൻ ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ അങ്ങ് എടുക്കുക. മണ്ണൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോടൊക്കെ നല്ല വളക്കൂറുള്ള. ഓ, വേര് ഇവിടം വരെ എത്തിയിട്ടോ. ഇത് അധികം ദിവസമൊന്നും ആയില്ല. വേര് കണ്ടോ? അതൊക്കെ വേരാ. നല്ല അടിപൊളി. ഞാൻ നടട്ടെ. വെർട്ടിക്കൽ ഒക്കെ വെർട്ടിക്കലാ. സ്ഥലമില്ലാത്തവർ ഓരോരോ കണ്ടുപിടുത്ത. എനിക്കും നിങ്ങളെ പോലെ സ്ഥലമില്ല. എങ്ങോട്ട് ഇറക്കി വെക്കട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങ് കയറ്റി വിട്ടാൽ സൂപ്പറായിട്ട് ഇനി മുതൽ ഞാൻ വളർച്ച റോക്കറ്റ് സ്പീഡിൽ വളരുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു തരും. അവർക്ക് ഇങ്ങനെ തന്നെ നടാം. ഒന്ന് നട്ടു കണ്ടോ? സൂപ്പറായില്ലേ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ കരിയില നിറച്ചിട്ടാണ് ഞാൻ ചെയ്യൽ. എന്താന്ന് പറഞ്ഞാൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന സൂത്രങ്ങളാ. ഭയങ്കര വേരാ. ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വട്ടം വേണം കേട്ടോ. ബീറ്റ്റൂട്ടല്ലേ. ഇതുപോലെ നമുക്ക് ക്യാരറ്റും ഉണ്ടാക്കാം. നമുക്ക് ദിവസേന അങ്ങ് നനച്ചാൽ ഇനി പുല്ല് വരൂല. നനതിൻ്റെ ഉള്ളിൽ AC പോലെ ഇവർക്ക് നിൽക്കാം. നല്ല വെയിൽ വേണം കേട്ടോ. ഇതിന് നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ ഉഷാറിലുണ്ടാവുള്ളൂ. ഇനി ഇതിൽ ഞാൻ എൻ്റെ മറ്റേ വെക്കും. അങ്ങനെ 2 ആഴ്ച ആകുമ്പോൾ വീണ്ടും എനിക്ക് നടാനുണ്ടാവും. അങ്ങനെ ഒരു പരമ്പര അങ്ങനെ അങ്ങ് പോവും. നോക്കി വേര് വന്ന് പുറത്ത് എല്ലായിടത്തും വേരാട്ടോ. കണ്ടോ? വെള്ള കളറിലെ വേര്. കുറച്ച് ഇനി പോകുന്നില്ലെങ്കിൽ കുറച്ച് കീറിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പം പൈസയൊന്നും വേണ്ടാത്ത പഴയ ചാക്ക. നമ്മൾ ഉണ്ടാക്കിയ ഹോൾസ് അഥവാ വലിപ്പം കുറഞ്ഞു പോയാൽ കുറച്ചൊന്നും അങ്ങോട്ട് കീറിയേക്കി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എൻ്റെ എല്ലാ ഇതും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കും പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്ന എല്ലാ ടെക്നിക്കും. എങ്ങനെയുണ്ട് ഞാൻ എങ്ങനെ ഉണ്ടല്ലോ പിന്നെ ബീൻസ് നട്ടിരുന്നു. അപ്പം ബീൻസ് നട്ടിട്ട് എനിക്ക് നല്ലോണം ബീൻസും കിട്ടീന്. അപ്പോൾ ഒരാൾ ഞാൻ ബീൻസ് നട്ടതേ കണ്ടുള്ളൂ. ഞാൻ വിളവെടുത്ത് ഞാനിങ്ങനെ കാണിച്ചൊന്നും കണ്ടില്ല. അപ്പം എന്നോട് ചോദിക്കുക കുറേ നിങ്ങളെ ബീൻസ് എന്തായി അന്നങ്ങ് നട്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ എൻ്റെ ഇതിലുണ്ട്. അതുപോലെ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇയർ എല്ലാം കാണണം. എന്നാലേ എൻ്റെ കൃഷികളൊക്കെ എവിടം വരെ എത്തിയെന്നുള്ളത് ഞാൻ വിളവെടുക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ എൻ്റെ ഇത് കാണാൻ. അപ്പം ഞാൻ ഇത് നറുക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് മണ്ണിട്ടണേ. എന്താന്ന് പറഞ്ഞാൽ ഇത് വേഗം എന്താവണം എന്നറിയോ, വിഘടിച്ചിട്ട് നമുക്ക് വളാണ്ടേ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇനി 2ഉം നറുക്കട്ടെ കേട്ടോ. ഇത് 4ാമത്തെ. അങ്ങനെ വിജയകരമായിട്ട് 4 എണ്ണം നട്ടു. പിന്നെ ഒന്ന് ഞാൻ ഇതിൻ്റെ മുമ്പേ 5 എണ്ണമാണ് എനിക്ക് സാധാരണ ഉണ്ടാവുക. 5 എണ്ണം ഞാൻ ഏതാ നടന്നത് വെച്ചാൽ ഞാൻ തൈ വാങ്ങിയിരുന്നു. തൈ ഞാൻ നട്ടിയില്ല. ഞാൻ വേറെ ഒന്നിലേക്ക് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ.
ആ തയ്യാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. ഇവർ തമ്മിൽ പ്രായ വ്യത്യാസം ഉണ്ടാവും, കാരണം ഇവർ വലുതാവും, തയ്യ ആളായി വരാനേ കഴിയുള്ളൂ. അങ്ങനെ ഒരു മത്സരം നടക്കും. ഞാൻ തൈ കാണിച്ചു തരാം കേട്ടോ, എടുക്കട്ടെ. അടുത്തത് ഞാൻ നടുന്നത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ തയ്യാണ്. ആ തൈ ഞാൻ എന്താക്കിയെന്നറിയോ, വാഴൻ്റെ പോള എടുത്ത് കുഞ്ഞ് ഗ്രോ ബാഗാക്കി മാറ്റിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചതിന് കുറച്ച് നാളാവട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന കുഞ്ഞല്ലേ, അതങ്ങനെ അപ്പാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി ഒരാളായി വരുന്നുണ്ട്. അപ്പം പ്രത്യേകം പറഞ്ഞിരുന്നു ഓരോന്നോരോന്ന് എടുത്ത് നടണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് നട്ടോളാൻ എന്നോട് അവിടുന്ന് പറഞ്ഞ്. ഞാൻ പിന്നെ എങ്ങനെ പൈസ കൊടുത്ത് തൈ വാങ്ങുന്നത് ആദ്യമായിട്ട്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവർ പറഞ്ഞ് ഇതുപോലെ ഇറക്കി വെക്കാനാ പറഞ്ഞ്. ഞാനിതാ ഇതുപോലെ ഇതൊക്കെ ചീഞ്ഞതൊക്കെ വളമായി മാറും കേട്ടോ. അതൊക്കെ ധാരാളം പൊട്ടാസ്യം മഗ്നീഷ്യം മൂലങ്ങളൊക്കെ ഉള്ളതാണ് ഈ വാഴപ്പോളക്കൊക്കെ. അപ്പം ഞാനിത് ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെക്കുക, ഒന്നും ചെയ്യുന്നില്ല, അമർത്ത. കാരണം എന്താ പറയുക, വാഴപ്പോളല്ലേ. ഇതാ ഇങ്ങനെ അങ്ങ് അതിൻ്റെ മേലെ കുറച്ച് മണ്ണുണ്ടു. നമ്മൾ ഓരോ വളർച്ച ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ഥിതി എന്താന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ഇലനെ നിറച്ചു വന്നു പോകുമോ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് പിന്നെ നമുക്കറിയാം. എങ്ങനെയുണ്ട് എൻ്റെ വെർട്ടിക്കൽ? ഞാനേ നിങ്ങൾക്ക് ഇങ്ങനെ നനക്കുന്നോ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നതെല്ലാം വേണമല്ലോ കാണിച്ചു തരിക. എപ്പോൾ നനക്കാന്ന് വെക്കുന്നത്, ഞാൻ 2 നേരം ഒന്നും നനക്കണമെന്നൊന്നുമില്ല, 1 നേരം നനച്ചാൽ. ഇതിൽ നിറയെ കരിയിലുള്ളത് കൊണ്ട് കുറേ നനാടെ നിൽക്കും. പിന്നെ AC കിടക്കുമ്പോൾ അവിടെ കിടന്നോളൂ. ഇന്ന് ഫുൾ ബീറ്റ്റൂട്ട് മഴ, ചെറുതും വലുതും. അപ്പോൾ എൻ്റെ വെർട്ടിക്കൽ ബീറ്റ്റൂട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.